ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഗുജറാത്ത് അതിർത്തിയിലെ സർക്രീക്കിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടിയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. സർക്രീക്കിലൂടെ കറാച്ചിയിലേക്ക് വഴിയുണ്ടെന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയായ സർക്രീക്കിൽ പാകിസ്ഥാൻ അതിർത്തി തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ ദുസ്സാഹസത്തിന് ശ്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है. भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है. ചർച്ചകളിലൂടെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ അതെല്ലാം അവഗണിച്ചു. ഇന്ത്യൻ സൈന്യവും BSFും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ്. कभी ये चुनौतियां बाहरी आक्रमण के रूप में सामने आती हैं, कभी आतंकी संगठनों के रूप में आती हैं, और आजकल तो साइबर वार और इंफॉर्मेशन वार के रूप में भी चुनौतियां आ रही हैं. 1965 യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്തിയിരുന്നു. ഇന്ന് കറാച്ചിയിലേക്കുള്ള ഒരു വഴി സർക്രീക്കിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. 24 ഡൽഹി. പാക് അധീന കശ്മീരിൽ പ്രതിഷേധം രൂക്ഷമായി തുടരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ മരണം 12ആയി. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. പ്രദേശത്തെ വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ചു. കൂടുതൽ സൈന്യത്തെ എത്തിച്ച് പ്രതിഷേധം അടിച്ചമർത്താനാണ് ശ്രമം. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ പാക് അധീന കശ്മീരിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം 3-ാം ദിവസവും അതീവ രൂക്ഷമായി തുടരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക അലവൻസുകൾ അവസാനിപ്പിക്കുക, കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള പാക് അധീന കശ്മീരിലെ 12 നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കുക തുടങ്ങിയ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. മുസഫറാബാദ്, മിർപൂർ, പൂഞ്ച്, നീലം, ബിംബർ, പാലന്ത്രി എന്നീ മേഖലകൾ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പ്രതിഷേധത്തെ നേരിടാൻ മേഖലയിലേക്കുള്ള വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധങ്ങൾ ഭരണകൂടം വിച്ഛേദിച്ചു. റോഡുകൾ വലിയ കണ്ടെയ്നറുകളും വാഹനങ്ങളും ഉപയോഗിച്ച് അടച്ചു. ഇതെല്ലാം മറികടന്ന് മുന്നേറിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തു. 12 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരും ഉൾപ്പെടുന്നു. 200-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ കൂടുതൽ സൈനികരെ വ്യോമമാർഗം മേഖലയിലേക്ക് എത്തിച്ചു. 24 ഡൽഹി. വടക്കൻ ഗസയിൽ ഇനിയും തുടരുന്നവർ ഭീകരവാദികളെന്ന് ഇസ്രയേൽ. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയുടേതാണ് ഭീഷണി. ഇതിനിടെ ഗസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സമുദ് ഫ്ലോട്ടിലയിലെ ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയിൽ ഹമാസ് ഇപ്പോഴും പ്രതികരണം അറിയിക്കാത്തതിനാൽ ഇസ്രയേൽ ഗസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. വടക്കൻ ഗസയെ തെക്കൻ ഗസയുമായി ബന്ധിപ്പിക്കുന്ന അൽ റഷീദ് തീരദേശ റോഡ് ഇസ്രയേൽ അടച്ചു. മധ്യഗസയിലെ നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്ത് ഇസ്രയേൽ സൈന്യം നിയന്ത്രണമേറ്റെടുത്തു. ഇനിയും വടക്കൻ ഗസയിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കട്സ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയിലെ ഗ്രീറ്റ ത്യുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രയേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. ഫ്ലോട്ടില്ലയിലെ വോളണ്ടിയർമാർ നിയമപരമായ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനാലും പ്രകോപനം സൃഷ്ടിച്ചതിനാലുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇസ്രയേൽ വിശദീകരിച്ചു. ഫ്ലോട്ടില്ല ദൌത്യത്തിലെ 13 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. അവശേഷിക്കുന്ന 30 ബോട്ടുകൾ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആക്ടിവിസ്റ്റുകളുടെ അറസ്റ്റിനെതിരെ ഇറ്റലിയിലും തുർക്കിയിലും ഗ്രീസിലും ടുണീഷ്യയിലും അർജന്റീനയിലും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. നടപടിയെ അന്താരാഷ്ട്ര കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിച്ച കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇസ്രയേലി നയതന്ത്രജ്ഞരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. പലസ്തീൻ രാഷ്ട്രം കടലാസിൽ മാത്രം ഒതുങ്ങരുതെന്നും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വമുണ്ടെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. ജനീവ UN ഓഫീസിൽ നടന്ന മനുഷ്യാവകാശ കൗൺസിൽ സെഷനിൽ ഖത്തറിന്റെ സ്ഥിരം പ്രതിനിധി ഡോക്ടർ ഹിന്ദ് അബ്ദുറഹിമാൻ അൽ മുസ്താഫാണ് നിലപാട് വ്യക്തമാക്കിയത്. പലസ്തീൻ അടക്കമുള്ള അറബ് പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും
സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും പലസ്തീൻ എന്നത് കടലാസിൽ മാത്രം ഒതുങ്ങരുതെന്നും ഖത്തർ സൂചിപ്പിച്ചു. പലസ്തീൻ ഐക്യദാർഢ്യവുമായി കോഴിക്കോട് LDFന്റെ ഐക്യദാർഢ്യ സദസ്സ്. ഇസ്രായേലിന് ഇന്ത്യ പിന്തുണ നൽകുന്നത് അപമാനകരമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ഇന്ത്യയോട് വലിയ ആദരവാണുള്ളതെന്നും ഇനിയും പിന്തുണ ആവശ്യമെന്നും പലസ്തീൻ അംബാസിഡർ വ്യക്തമാക്കി. പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. ഇസ്രായേൽ കടന്നാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന മൗനമാണ് നരേന്ദ്രമോദിയുടേത്. ഇസ്രായേലിന് ഇന്ത്യ പിന്തുണ നൽകുന്നത് അപമാനകരമാണ്. ഇന്ത്യയുടെ തെറ്റായ നിലപാട് ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ തിരുത്തണം. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ പരിപൂർണമായിട്ട് പിന്തുണക്കുന്ന മൗനമാണ് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കാലത്തും പാലസ്തീൻ ജനതയോടൊപ്പമായിരുന്നു പൊരുതുന്ന ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾക്കൊപ്പമായിരുന്നു. ഇപ്പോഴത് പൂർണ്ണമായിട്ടും മാറ്റി. തീർച്ചയായിട്ടും ഇന്ത്യയുടെ തെറ്റായ നിലപാടിനെ നമ്മൾ തിരുത്തണം. പലസ്തീൻ അസ്തിത്വം ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബു ഷാവേസ് ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടു. India also supported the United Nations entity which called UNRWA that is dealing with the Palestinian refugee with $5 million per year. I thank you, India. I thank you, the people of India. I thank you all for this support. LDFന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഐക്യദാർഢ്യ സദസ്സിന്റെ ഭാഗമായി. 24 കോഴിക്കോട്. അമേരിക്കയിലെ ഭാഗിക അടച്ചുപൂട്ടൽ 2ാം ദിവസത്തിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നാളെ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ധനാനുമതി ബിൽ നാളെ വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കും. ഡെമോക്രാറ്റുകൾ വഴങ്ങിയില്ല എങ്കിൽ അടച്ചുപൂട്ടൽ നീണ്ടേക്കുമെന്നാണ് സൂചന. ഒബാമ കെയർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി തുടരണമെന്ന ഡെമോക്രാറ്റ് ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടി പരിഗണിക്കാതിരുന്നതിനെ തുടർന്നാണ് ധനാനുമതി ബില്ലുകൾ സെനറ്റിൽ പാസാക്കാൻ കഴിയാതെ പോയത്. ഇതേ തുടർന്നാണ് ഇന്നലെ മുതൽ സർക്കാർ സേവനങ്ങൾ അമേരിക്കയിൽ ഭാഗികമായി അടച്ചുപൂട്ടിയത്. ധനാനുമതിക്കായി ഇന്നലെ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പും പരാജയപ്പെട്ടു. അതിർത്തി സുരക്ഷ, വ്യോമയാനം, ഗതാഗതം, ആരോഗ്യമേഖല ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം ഇന്നലെ മുതൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ലാതായതോടെ 7.5 ലക്ഷത്തോളം ജീവനക്കാർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. അവശ്യ സേവന മേഖലകളിലുള്ളവർ ശമ്പളരഹിതരായാണ് പ്രവർത്തിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ ഭരണത്തിനു കീഴിലുള്ള ന്യൂയോർക്കിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികളായ ഹഡ്സൺ ടണൽ പദ്ധതിക്കും സെക്കൻഡ് അവന്യൂ സബ്വേക്കുമായുള്ള $18 ബില്യൺ ധനസഹായം ഇന്നലെ വൈറ്റ് ഹൌസ് മരവിപ്പിച്ചു. ഷട്ട്ഡൌൺ നീണ്ടുപോയാൽ കൂട്ടപ്പിരിച്ചുവിടൽ ആവശ്യമായി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ധനാനുമതി ബിൽ വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കുമ്പോൾ 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഉറപ്പാക്കാനായാൽ ഷട്ട്ഡൌൺ പിൻവലിക്കപ്പെടും. സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുന്നതിൽ ജനങ്ങൾക്ക് വലിയ അസംതൃപ്തിയുണ്ടാകുമെന്നതിനാൽ അടച്ചുപൂട്ടൽ നീട്ടിക്കൊണ്ടുപോകാൻ ഇരു പാർട്ടികളും ആഗ്രഹിക്കുന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ വികസിത് ഭാരത് റൺ സംഘടിപ്പിച്ചു. ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജിദ്ദ കോർണീഷിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് ഇന്ത്യക്കാർ പങ്കെടുത്തു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് വികസിത് ഭാരത് റൺ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം 2047 എന്ന കാഴ്ചപ്പാടിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പരിപാടി. ജിദ്ദ കോർണീഷിൽ നടന്ന കൂട്ടയോട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 100 കണക്കിന് പേർ പങ്കെടുത്തു. ഇന്ത്യക്കാർക്ക് പുറമെ സ്വദേശികളും പരിപാടിയിൽ പങ്കെടുത്തത് ഏറെ സന്തോഷം നൽകുന്നുവെന്ന് കോൺസൽ ജനറൽ പറഞ്ഞു. Hundreds of members of our diaspora, particularly from amongst the youth who have joined us here, and some friends of India here in Saudi Arabia also have made it a point to join. We are very thankful to the government of Kingdom of Saudi Arabia. പരിപാടിക്ക് സൗകര്യം ചെയ്തു തന്ന സൗദി ഗവൺമെന്റിന് നന്ദി പറഞ്ഞ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി യുവാക്കളുടെ സജീവ സാന്നിധ്യം എടുത്തു പറഞ്ഞു. It's an initiative of government of India to promote the vision of Viksit Bharat. And as you can see, I am joined by our diaspora here, particularly our young population that stays here in Jeddah with us. They have come out in large numbers. We can feel the energy. Jai Hind. വികസിത ഭാരതവുമായി ബന്ധപ്പെട്ട് കോൺസൽ ജനറൽ അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അതിരാവിലെ വ്യായാമ മുറകൾക്ക് ശേഷമാണ് ഓട്ടം ആരംഭിച്ചത്.
ലോകമെമ്പാടുമുള്ള 150-ലേറെ നഗരങ്ങളിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിലും വികസിത് ഭാരത് റൺ നടന്നത്. വികസിത ഇന്ത്യയുടെയും സേവനത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തുകയാണ് പ്രധാനമായും ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി ദിവസമായിരുന്നിട്ടും നൂറുകണക്കിന് ആളുകളാണ് ജിദ്ദയിൽ നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ സൗദിയിലെ തായിഫിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗദിയിലെ 70ാമത്തെ സ്റ്റോറാണിത്. പ്രാദേശിക വികസനത്തോടൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രവും ചരിത്ര നഗരവുമായ തായിഫിൽ ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ചത്. തായിഫിലെ സിറ്റി വാക്കിനോടനുബന്ധിച്ച് 2 ലക്ഷത്തോളം ചതുരശ്ര അടിയിലാണ് പുതിയ ശാഖ പ്രവർത്തിക്കുന്നത്. സൗദിയിലെ 70ാമത്തെയും പടിഞ്ഞാറ് മേഖലയിലെ 16ാമത്തെയും ശാഖയാണിത്. ജിദ്ദയിലെ UAE കോൺസൽ ജനറൽ നാസർ ഹുവൈദാൻ തൈബാൻ അലി അൽ ഖത്തിബി, ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ തായിഫ് മേയർ അബ്ദുള്ള ബിൻ ഖമീസ് അൽ സെയ്ദി പുതിയ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക വികസനത്തോടൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ഇ കൊമേഴ്സ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി പറഞ്ഞു. ഇത് ഞങ്ങളുടെ 2030 വിഷൻ അനുസരിച്ച് 100ാമത്തെ ഷോപ്പിലേക്കുള്ള ഞങ്ങളുടെ കാൽവെപ്പാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഇ കൊമേഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സെപ്പറേറ്റ് ഡിവിഷൻ എല്ലാ റീജിയനിലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇ കൊമേഴ്സിൽ നിന്നോ ഡിജിറ്റലൈസേഷനിൽ നിന്നോ ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. തായിഫിലെ പഴവർഗ്ഗങ്ങളുടെ വിപുലമായ ശേഖരവും ഫുഡ് കോർട്ടും 500-ലേറെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ലഭ്യമാണ്. ഗിന്നസ് റെക്കോർഡ് നേടിയ ലുലുവിന്റെ ഷാറ്റേർഡ് ഗ്ലാസ് ആർട്ടിന് പിന്നിൽ പ്രവർത്തിച്ച ജീവനക്കാരെ ഉദ്ഘാടന ചടങ്ങിനിടെ MA യൂസുഫ് അലി ആദരിച്ചു. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പുതിയ വീട്ടിൽ, ലുലു സൗദി വെസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ നൌഷാദ് മടത്തിപ്പറമ്പിൽ അലി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തായിഫിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. പ്രവാചകൻ അയ്യൂബ് നബിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സലാലയിലെ ജബൽ അയ്യൂബ് മലനിരയിലേക്ക് 100 കണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും ഒഴുകിയെത്തുന്നത്. ബൈബിളിൽ പ്രവാചകൻ ഇയ്യോബ് എന്നുകൂടി അറിയപ്പെടുന്ന അയ്യൂബ് നബി മാറാവ്യാധികൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനായാണ് ഇസ്ലാം മതവിശ്വാസികൾ കരുതിപ്പോരുന്നത്. സലാലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒമാനിലെ 2ാമത്തെ നഗരമായ സലാലയിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് റോഡ് മാർഗം യാത്ര ചെയ്താൽ ദോഫാറിന്റെ തെക്കൻ പ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന ജബൽ അയ്യൂബ് മലമുകളിലെത്താം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലുള്ള ഈ മലമുകളിലേക്കുള്ള യാത്ര ഏതൊരു സഞ്ചാരിയുടെയും മനം കവരും. ഖരീഫ് സീസണിലെ മഞ്ഞുമൂടിയ പാതയോരങ്ങളിൽ പുൽത്തകിടുകളിൽ മേഞ്ഞു നടക്കുന്ന ഒട്ടകപ്പറ്റങ്ങൾ പതിവ് കാഴ്ചയാണ്. മാറാവ്യാധികൾ കൊണ്ട് കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായ അയ്യൂബ് നബിയുടെ ഖബറിടം സന്ദർശിക്കാനും രോഗശമനത്തിനായി പ്രാർത്ഥിക്കാനും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. മാറാരോഗങ്ങളാൽ ശരീരം മുഴുവൻ വ്രണങ്ങളുമായി ജീവിതകാലം മുഴുവൻ പരീക്ഷിക്കപ്പെട്ടപ്പോഴും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ച പ്രവാചക സ്മരണകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ മലമുകളിൽ ജീവസുറ്റ പ്രാർത്ഥനകളാവുന്നു. പ്രവാചകന്റെ ഖബറിടത്തിന് സമീപത്തായി അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ കല്ലും കാലത്തെ അതിജീവിക്കുന്ന ഓർമ്മകളായി ഇന്നും നിലനിൽക്കുന്നു. അയ്യൂബ് നബിയുടെ ഖബറിടത്തിന് സമീപം ഖുർആൻ പാരായണം ചെയ്തും രോഗശമനത്തിനായി പ്രാർത്ഥിച്ചും മണിക്കൂറുകൾ ചിലവഴിക്കുന്ന വിശ്വാസികളുണ്ട്. ജീവിതത്തിലെ വേദനയും ദുരിതങ്ങളും വിശ്വാസദാർഢ്യത്തോടെ നേരിടാൻ അയ്യൂബ് നബി സ്ഥിരമായി നടത്തിയ പ്രാർത്ഥനകൾ ചുവരുകളിൽ വലിയ ലിപികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്രണം പൊന്തിയിട്ട്, അതായത് കുടുംബക്കാരും ലാസ്റ്റ് ഭാര്യ വരെ ഉണ്ടായിരുന്നു. ഭാര്യനോട് മൂപ്പർ തന്നെ പറയുന്നതാണ് മാറി നിൽക്കാൻ പറയുന്നത്. കാരണം എൻ്റെ പരീക്ഷണം എത്ര കാലം. അപ്പോൾ അതുവരെ അള്ളാഹുവിനോട് പ്രാർത്ഥന ഇതിലൊന്നും പറയുന്നില്ല, ഇതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. പക്ഷെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു കുറവും വരുത്താതെ അത്രയും ദീർഘമായി പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. എന്നിട്ട് ഈ രോഗം അത് മൂർജിച്ചപ്പോഴാണ് ഈ പറയുന്ന ഖുർആനിൽ പറയുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥന മാത്രമാണ് മൂപ്പർ പറയുന്നത്. അന്നി മസന്നി അള്ളു വാനത്താറെന്ന് പറയുന്നത്. അള്ളാഹു എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ഏറ്റവും കാരുണ്യവാനല്ലേ, അതൊന്ന് മാറ്റിത്തരണമെന്ന് പോലും പറയുന്നില്ല. അള്ളാഹ് എനിക്ക് മാറ്റിത്തരണം എന്ന് പറയുന്നില്ല. അള്ളാഹ് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാരുണ്യവാനല്ലേ എന്ന് ചോദിക്കുന്നത്. സ്വദേശം തിരൂരാണ്, ദുബായിൽ നിന്നാണ് വരുന്നത്. ദുബായിൽ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നതാണ്. അതേപോലെ
അതുപോലെ ഇത് കാണാൻ കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് കുറേ ദൂരമുണ്ട്. പക്ഷെ വന്ന് ഏതായാലും ഉപകാരപ്രദമായി. ഒരുപാട് ചരിത്രങ്ങൾ ഓർക്കുന്ന ഒരു സ്ഥലമല്ലേ, അത് കാണാൻ പറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ ശബരിടം കാണാൻ പറ്റി. അവസാന നാളുകളിൽ സാംക്രമിക രോഗത്താൽ പീഡനം സഹിച്ച അയ്യൂബ് നബി അടുത്തുള്ള മലയിൽ കുളം കുഴിച്ച് അതിലെ ജലത്തിൽ ശരീരശുദ്ധി വരുത്തിയാണ് പ്രാർത്ഥനകൾ നടത്തിയിരുന്നത്. മലയുടെ അല്പം താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലേക്ക് ഒരുപാട് താഴേക്ക് കാൽനടയായി മലയിറങ്ങിപ്പോകുന്ന വിശ്വാസികൾ ഈ വെള്ളം കുടിച്ചും അംഗശുദ്ധി വരുത്തിയും രോഗശമനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത്തവണത്തെ ഖരീഫ് സീസണിൽ കുറച്ചു ദിവസങ്ങൾ കൂടി നല്ല കാലാവസ്ഥ ലഭിച്ചതിനാൽ കൂടുതൽ സന്ദർശകർ എത്തിയതായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി ജബലയൂബിൽ കച്ചവടക്കാരനായ തിരൂർ സ്വദേശി ഹംസ പറയുന്നു. അതായത് സലാല വന്നിട്ടുണ്ടെങ്കിൽ അയ്യൂബ് നബിന്റെ മക്ബറ സന്ദർശിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ അതേമാതിരി കുളമുണ്ട്, കുളത്തിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അതും പോകും. അവിടെയും തിരക്കാണ്. ഇപ്പൊ ഈ 3 മാസം നല്ല ജനം കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ല ആളുണ്ടായിരിക്കണം, കാരണം കാലാവസ്ഥ നല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഈ വെയില് ആവുന്ന ടൈമിൽ അപ്പോൾ ഇവിടെ മഴ വന്നിട്ട് സലാലയിൽ നിന്നും 27 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജബലയൂബിലെത്തും. പ്രവാചകൻ അയ്യൂബ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സന്ദർശകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. സലാലയിലെ ജബലയൂബിൽ നിന്നും അൻവർ പാലേരി, 24. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ശനിയാഴ്ച ചോദ്യം ചെയ്യും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ഇതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുമായി സ്പോൺസർമാരും രംഗത്തെത്തി. അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. താൻ നിരപരാധിയാണെന്നും തന്റെ ഭാഗം ശരിയോ തെറ്റോ എന്ന് കോടതി തീരുമാനിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല. എന്റെ പക്ഷം, എന്റെ ഭാഗം ശരിയോ തെറ്റെന്ന് കോടതി തീരുമാനിച്ചു. ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളിലാണ് ദേവസ്വം വിജിലൻസ്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കും. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിൽ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ച് പൂജിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്ന വെളിപ്പെടുത്തലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹസ്പോൺസർ അനന്ത സുബ്രഹ്മണ്യനും രംഗത്തെത്തി. ദ്വാരപാലക ശില്പം പൊതിയാൻ സ്വർണം കൊടുത്തു എന്ന് മറ്റൊരു സഹസ്പോൺസർ രമേശ് റാവുവും പറഞ്ഞു. ரமேஷா அது கோல்டில் பண்ணணும்னு சொல்லிங்கிறாங்க. உங்கள் என்னதான் எவ்வளோ சார், நான் கம்மிட் ஆக மாட்டேன். என்கிட்ட எவ்வளோ நான் கொடுக்குறேன் சார். அதை பற்றி நம்மளுக்கு எதுவுமே தெரியாது சார். அது காப்பரா கபுனாவா ஸ்டீலா அலுமினியமா நம்மளுக்கு எதுவுமே தெரியாது. ശനിയാഴ്ച പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. 24 തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2019 സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറുന്നതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെ വിവാദങ്ങളിൽ CBI അന്വേഷണം വേണമെന്നാണ് UDFന്റെ ആവശ്യം. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഹൈക്കോടതി ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉത്തരമില്ല. പിന്നെന്തിനാണ് 2019 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥതല വീഴ്ച എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. സ്ട്രോങ് റൂമിലെ കണക്കുകൾ കൃത്യമാണെന്നും PS പ്രശാന്ത്. 2019 ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. കാരണം ഇതിൻ്റെ കാര്യങ്ങളിൽ പിന്നെ ഈ കൊടുത്തുവിട്ട കാര്യത്തിലായാലും ഒരിക്കലും അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. തർക്കമില്ല കാര്യത്തിൽ. സ്പോൺസറെ പഴിചാരി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡിനാവില്ല. ശബരിമല വിവാദം രാഷ്ട്രീയ ആയുധമാക്കാനാണ് UDF നീക്കം. അയ്യപ്പനെ പറ്റിച്ച് കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്ന തട്ടിപ്പാണ്. ആ മെഷർമെൻറ്റിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ടത് പുറത്താകാതെ ഈ സ്വർണം കട്ടെടുത്ത ആളുകളെ സംരക്ഷിക്കും. അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. CBI അന്വേഷണം വേണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതേക്കുറിച്ച് അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടത്തി ഇദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പുറത്തു കൊണ്ടുവരണം എങ്കിൽ
എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ഒരു CBI അന്വേഷണത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. വേണ്ടി വന്നാൽ ശബരിമല വിവാദത്തിൽ പ്രക്ഷോഭത്തിന് തയ്യാറെന്നുമാണ് UDFന്റെ മുന്നറിയിപ്പ്. 24 കൊച്ചി. സർക്കാരുമായി അടുക്കുന്നതിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലപാട് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS രാഷ്ട്രീയമായി സമദൂരത്തിലാണ്, പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തി. NSSനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയുമാക്കാൻ ആരും ശ്രമിക്കരുത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ NSS സാന്നിധ്യം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയകാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല, ആ കാര്യം പറയുന്നില്ല. ഇത്തരം പ്രവർത്തനമാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾ ഇവരുടെ ആരുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ വേണ്ട, സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വേണ്ട. സമൂഹത്തിൽ കഴിയുന്ന നായർ സമുദായത്തെ രാഷ്ട്രീയത്തിലുള്ളവരോടൊന്നോട്ടെ, സമൂഹത്തിൽ കഴിയുന്ന എത്രയോ ലക്ഷക്കാർ സമുദായം സ്ത്രീകളുണ്ട്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ അക്ഷരമുറ്റത്തേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് വിദ്യാരംഭം കുറിച്ചത്. തിരൂർ തുഞ്ചൻപറമ്പിൽ MD വാസുദേവൻ നായർ ഇല്ലാത്ത ആദ്യ വിദ്യാരംഭ ചടങ്ങായിരുന്നു ഇത്തവണത്തേത്. പാരമ്പര്യ എഴുത്താശാന്മാരും സാഹിത്യമേഖലയിലെ പ്രമുഖരും കുരുന്നുകളെ എഴുത്തിനിരുത്തി. ലോകത്തിലെ തന്നെ ഒരു അത്ഭുതകരമായ അക്ഷര കേന്ദ്രമാണ്. അറിവിനെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റിയ ഒരു സമൂഹം മലയാളികളെ പോലെ വേറെയില്ല. ഞാൻ എഴുത്തുകാരി ആയ മുതൽ ഞാൻ അരിയിൽ എഴുതാൻ, കുട്ടിയൊക്കെ ഹരിശ്രീ എഴുതാൻ വരുന്നുണ്ട്. പക്ഷെ അതൊരു ജീവിതത്തിൻ്റെ സുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത്. MT ഇവിടെ ഇല്ല എന്നുള്ള MTൻ്റെ അഭാവമാണ് നമ്മുടെ ഹൃദയത്തിനെ ഭാരവത്താക്കുന്നത്. പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് 100 കണക്കിന് ആളുകളെത്തി. കൊച്ചി ലുലു മാളുമായി ചേർന്ന് 24 ഒരുക്കിയ വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാരംഭ ചടങ്ങുകൾ. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ 100 കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. മലയാളികൾക്കൊപ്പം ഉത്തരേന്ത്യൻ കുരുന്നുകളും വിദ്യാരംഭത്തിനെത്തിയത് കൗതുക കാഴ്ചയായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം കുറിച്ചു. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PTE പരിശീലനമാണ് നൽകുന്നത്. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നടന്ന വിദ്യാരംഭ ചടങ്ങ് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള വാതിലുകൾ തുറക്കാനുള്ള ഒരു താക്കോലാണ് പ്രാർത്ഥനയെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥന ഉണ്ടാവും. വിദേശ പഠനത്തിന് ഒരു വിദ്യാരംഭം, അതും സുരക്ഷിതമായി ദിശാബോധത്തോടെ. 24 സ്റ്റഡി അബ്രോഡിന്റെ അക്ഷര പൂജ. പുതുതലമുറയുടെ സ്വപ്നങ്ങളെ സാക്ഷിയാക്കി വിദ്യാരംഭ ചടങ്ങുകൾ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം. നിങ്ങൾക്കറിയുന്ന പോലെ ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ അയക്കരുത് എന്നുകൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ആ കലാശാലകളിലൊക്കെ തന്നെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഒരുപാട് കോളേജുകളൊക്കെ അവർ സ്ഥാപിച്ചു വയ്ക്കും. പക്ഷേ അതിനൊക്കെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, ഇന്ത്യയിൽ അതിന് അംഗീകാരമുണ്ടോ എന്നൊക്കെ സംശയമുള്ളത് കൊണ്ട് അവിടേക്കൊന്നും നമ്മൾ ആരെയും അയക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങാൻ ഇത്തിരി ലേറ്റായി പോയി. നമുക്ക് ആ ഒരു ചിന്തയൊന്നുമില്ല. ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചില ചരിത്ര നിയോഗം മൂലമാണ്. ഇത് 24ന്റെ ഒരു നിയോഗമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. 24 സ്റ്റഡി അബ്രോഡ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജൂലൈ മാസം 2-ാം തീയതിയാണ് നമ്മൾ 24 സ്റ്റഡി അബ്രോഡ് ആരംഭിച്ചത്. ഇത് ഇന്ന് കൃത്യം 3 മാസം തികയുകയാണ്.
ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഈ കുട്ടി 3-ാം മാസം തന്നെ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ ഇവിടെ നടത്തുക. 1.5 മാസം നീളുന്ന IELTS PTE കോഴ്സുകൾ പൂർത്തിയാക്കി ഇറങ്ങിയ ആദ്യ ബാച്ചിന് സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ നടന്നു. എനിക്ക് ഇംഗ്ലീഷ് നമുക്കിങ്ങനെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു. എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ അതിങ്ങനെ ആൻസർ ചെയ്യുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് റെഡിയാക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കോഴ്സ് നല്ലതായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ക്ലാസ്സൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഫുൾ ക്ലാരിഫൈ ചെയ്താണ് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു പോയത്. അങ്ങനെ കോഴ്സ് നല്ലതായിരുന്നു. നമുക്ക് എത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ അത്ര നന്നായിട്ട് മനസ്സിലാക്കാനും IELTSനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും പറ്റി. തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പുതുതായി പ്രവേശിച്ചവർക്ക് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നൽകി. അക്ബർ ട്രാവൽസ്, ലുലു ഫോറക്സ്, ഡെക്കാത്തലോൺ തുടങ്ങിയ സമ്മാന പെരുമഴ വിദ്യാർത്ഥികളെ കാത്തിരുന്നു. 12,000-ഓളം രൂപ ഫീസ് വരുന്ന കോഴ്സുകളാണ് 24 സ്റ്റഡി അബ്രോഡിലൂടെ സൗജന്യമായി നൽകുന്നത്. പരിശീലനത്തിൽ പങ്കെടുത്ത 24 സ്റ്റഡി അബ്രോഡ് വഴി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്ക് ആൻഡ്രോയിഡ് ടാബ് സമ്മാനമായി ലഭിക്കും. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.24studyabroad.com എന്ന വെബ്സൈറ്റിലോ 8111991720 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.